ജാനകി അമ്മയുടെ ജീവിതത്തിന്റെ വഴികൾ പ്രകാശനം ചെയ്തു. പയ്യന്നൂരിന്റെ വെങ്കലപ്പെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു. വെങ്കല പാരമ്പര്യത്തിന്റെ 98 വർഷങ്ങൾ. പൊതുവാൾ ബ്രാസ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. വായനായനം പരിപാടിയോടനുബന്ധിച്ച് പയ്യന്നൂർ സ്വാമി ആനന്ദതീർത്ഥ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കാരന്താറ്റിൽ ജാനകി അമ്മയുടെ ജീവിതത്തിന്റെ വഴികൾ എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം സംഘടിപ്പിച്ചു. പുസ്തക പ്രസിദ്ധീകരണത്തിന് മുൻകൈയെടുത്ത ശ്രീനാരായണ വിദ്യാലയം പ്രവർത്തക ശ്രീലത മധു സ്വാഗതവും അച്യുതൻ പുത്തലത്ത് അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ പയ്യന്നൂർ ചിന്മയ വിദ്യാലയം പ്രിൻസിപ്പാൾ പ്രകാശൻ ടി കെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പ്രമുഖമായ വ്യക്തികൾ വേദിയിലും സദസ്സിലിരിക്കുമ്പോൾ ഒരു ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുക എന്നതൊരു ഭാഗ്യമായി കരുതിക്കൊണ്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഇന്ത്യയിൽ ഉള്ള സംസ്ഥാനങ്ങളിൽ വെച്ച് കൊച്ചു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാലകളുള്ളത്. അത് ആ സമൂഹത്തിൻ്റെ ഒരു വായന എത്രത്തോളം മനസ്സിൽ ഈ കേരള ജനത കൊണ്ടു നടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിലെ ഗ്രന്ഥശാലകളുടെ എണ്ണം. മൊബൈലുകളുടെ പ്രസക്തി നാട്ടിൽ വന്നതിന് ശേഷം വായന മരിച്ചു എന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും വായന മരിച്ചിട്ടില്ല. വായിക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ വന്നു എന്ന് മാത്രം. ഏത് പുസ്തകമാണോ എന്ത് പുസ്തകമാണോ വേണ്ടത് അതൊക്കെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന ഈ കാലഘട്ടത്തിൽ വായനയ്ക്ക് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. പ്രാപ്പോയിൽ നാരായണൻ മാസ്റ്റർ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. അജിത് കൂവോട് പുസ്തകം ഏറ്റുവാങ്ങി. VRV ഏഴോം, കെ ഗോവിന്ദൻ മാസ്റ്റർ, യു രാജേഷ്, ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂരിന്റെ വെങ്കലപ്പെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു. പൊതുവാൾ ബ്രാസ്, പയ്യന്നൂർ. വിവിധ വലിപ്പത്തിലുള്ള ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ, വിളക്കുകൾ, പൂജാപാത്രങ്ങൾ, പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും. വെങ്കല പാരമ്പര്യത്തിന്റെ 98 വർഷങ്ങൾ. പൊതുവാൾ ബ്രാസ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ.